പള്ളിക്കമ്മിറ്റിക്ക് വേണ്ടി വയൽ നികത്തി കേസിലകപ്പെട്ട് തങ്കരാജ്. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. പള്ളിക്കമ്മിറ്റിക്ക് വേണ്ടി വയൽ നികത്തി ഒടുവിൽ കേസിലകപ്പെട്ട് JCB ഉൾപ്പെടെ സകലതും നഷ്ടപ്പെട്ട് നീതിക്ക് വേണ്ടി അലയുകയാണ് തമിഴ്നാട് സ്വദേശി തങ്കരാജ്. കേസിലകപ്പെട്ട് കണക്കിണിയിലായതോടെ ഭാര്യയും 2 മക്കളും അടങ്ങുന്ന തങ്കരാജിന്റെ കുടുംബം ജീവിതം വഴിമുട്ടിയ സ്ഥിതിയിലാണ്. ഖബർസ്ഥാനിലെ മണ്ണിടിയുന്നത് തടയാൻ അരിക് മണ്ണിട്ട് ബലപ്പെടുത്തണമെന്ന് പറഞ്ഞാണ് പടന്ന ഗണേഷ് മുക്ക് നസ്രത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി മുഷ്താഖ് തങ്കരാജിനെ ജോലിക്ക് വിളിപ്പിച്ചത്. ഖബർസ്ഥാനോട് ചേർന്നുള്ള വയലിൽ നിക്ഷേപിച്ച മണ്ണാണ് നികത്തി നൽകാനായി ആവശ്യപ്പെട്ടത്. ഇതിനാവശ്യമായ അനുമതി വാങ്ങിയിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പള്ളിക്കമ്മിറ്റി ജോലി ചെയ്യിപ്പിച്ചതെന്ന് തങ്കരാജ് പറയുന്നു. എന്നാൽ പ്രവൃത്തി ആരംഭിച്ചതോടെ കൃഷി ഓഫീസറും പോലീസും സ്ഥലത്തെത്തി പ്രവൃത്തി നിർത്തിവെപ്പിക്കുകയും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലം നികത്തിയതിന് തങ്കരാജിൻ്റെ JCB കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. JCB വിട്ടു നൽകാനായി 45 ലക്ഷം രൂപയാണ് പിഴയടക്കാനായി ആവശ്യപ്പെട്ടത്. പ്രശ്നം പരിഹരിച്ചു തരാമെന്ന് പള്ളിക്കമ്മിറ്റി ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് കൈയൊഴിഞ്ഞു. ജോലിക്കായി പള്ളിവളപ്പിലേക്ക് വിളിച്ചിട്ടേയില്ല എന്ന് കമ്മിറ്റി നിലപാടെടുത്തതോടെ തങ്കരാജ് ഒറ്റപ്പെട്ടു. 37 ലക്ഷം രൂപ ലോണെടുത്ത് JCB വാങ്ങി 6-ാം മാസമാണ് കേസിലകപ്പെടുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി പോലീസ് കസ്റ്റഡിയിൽ കിടക്കുന്ന വാഹനത്തിന് 60,000 രൂപ പ്രതിമാസം ലോൺ അടക്കുകയാണ് തങ്കരാജ്. തൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള സ്ഥലവും സ്വർണവുമെല്ലാം വിറ്റു പണയപ്പെടുത്തിയുമാണ് ലോൺ തിരിച്ചടക്കുന്നത്. അതിനിടെ 3 മാസം മുമ്പ് JCB സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്തു. ജീവിതം മുന്നോട്ട് പോകാൻ ഇനിയും യാതൊരു വഴിയും കാണുന്നില്ലെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ 1.5 വർഷമായി തങ്കരാജ് നീതിക്കായി മുട്ടാത്ത വാതിലുകളില്ല. തകർന്ന ജീവിതം തിരിച്ചുപിടിക്കാൻ, ഒരു വലിയ ദുരന്തം സംഭവിക്കാതിരിക്കാൻ ഇനി ഏത് വാതിലിന് മുന്നിലാണ് ചെന്നു നിൽക്കേണ്ടത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്.